السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. അഭിനന്ദനായ അധ്യക്ഷൻ ബഹുമാന്യനായ ഉസ്താദ് ബഷീർ ഫൈലി ആനക്കര, അഭിനന്ദനായ ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പർ ബഹുമാന്യനായ എം മുഹീദ്ദീൻ മുസ്ലിയാർ, ബഹുമാന്യനായ ഖാസിം ഫൈസി പോത്തന്നൂർ തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത ശ്രേഷ്ഠർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയുമെല്ലാം അഭ്യുദയകാംക്ഷികളും പ്രവർത്തകരുമായ സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മണ്ഡലം സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഈ മണ്ഡലവും വളരെ മനോഹരമായി അത്തരമൊരു സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ട ഒരവസ്ഥയിലാണ് നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ദീർഘമായി പ്രസംഗിക്കുകയല്ല. സമസ്തയുടെ സ്ഥാപനകാലം മുതലുള്ള ചരിത്രങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ എം ഉസ്താദ് തന്നെ ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ ഒരു കാലത്തും നിലപാടുകളെ മാറ്റാത്ത ശരിയായ നിലപാടുകൾ നിലനിർത്തിക്കൊണ്ടുപോകുന്ന സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. മറ്റു സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലപാടുകൾ തന്നെ ഉറപ്പിച്ചു നിൽക്കാൻ സാധിക്കാതെ പോവുകയും നിരന്തരമായി അത്തരം നിലപാടുകളെ മാറ്റി മാറ്റി പറയേണ്ട ഗതികേടുണ്ടാവുകയും ചെയ്യുമ്പോൾ പരമ്പരാഗതമായ നിലപാടുകൾ നിലനിർത്തി അക്കാര്യത്തിൽ വീഴ്ചയില്ലാതെ മുന്നോട്ടു പോകാൻ സാധിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കാണ്. സമസ്ത എന്ന് പറയുന്നത് കേവലം ഒരു സംഘടനയുടെ പേരല്ല, മറിച്ചത് പാരമ്പര്യ ഇസ്ലാമിക ജീവിതത്തിന്റെ സംഘടിതമായ രൂപമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർത്തീകരിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സമ്പൂർണമായ രൂപത്തെ നിലനിർത്തുന്നതിൽ സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും എന്ത് ശ്രദ്ധ നിലനിർത്തിയോ ആ ശ്രദ്ധയോടുകൂടെ തന്നെ മുന്നോട്ടു പോകാൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സാധ്യതമായതിന്റെ പ്രധാനപ്പെട്ട കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. നമ്മുടെ പാരമ്പര്യത്തെ ആ വഴിയിലൂടെ നിലനിർത്താനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമായത്. നൂറ്റാണ്ടുകളായി കേരളത്തിലെ മുസ്ലിങ്ങളുടെ പൈതൃകത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യേണ്ടതില്ല. നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യമാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രത്തിന്റെ പാരമ്പര്യം പോലും അതുതന്നെയാണ്. 400 കൊല്ലം മുമ്പ് പോർച്ചുഗൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അധിനിവേശവുമായി കടന്നുവരുന്നത് കോഴിക്കോട്ടെ കാപ്പാടാണ്. പോർച്ചുഗീസ് അധിനിവേശത്തിന്റെ ആദ്യത്തെ കപ്പൽ വരികയാണ് കാപ്പാട്. വാസ്കോദഗാമയുടെ കീഴിൽ ഇന്ത്യയെ മുഴുവനും ക്രൈസ്തവവൽക്കരിക്കുക എന്ന ലക്ഷ്യവുമായിട്ടായിരുന്നു അന്ന് വാസ്കോദഗാമ കേരളത്തിൽ വരുന്നത്. ആ അധിനിവേശത്തിനെതിരെ ഏറ്റവും ശക്തമായി സാമൂതിരി രാജാവിന്റെ ഒപ്പം നിന്നിരുന്നത് മുസ്ലിങ്ങളാണ് എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളുടെ അഭിവന്ദ്യരായ പണ്ഡിത നേതാക്കളാണ്. ആരാ പണ്ഡിത നേതാക്കൾ?
പോർച്ചുഗലിനെതിരെ പൊരുതണമെന്ന് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് മഹാനായ ഖാദി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളാണ്. എന്താ ഖാദി മുഹമ്മദ് പറഞ്ഞത്? ഖാദി മുഹമ്മദ് പറഞ്ഞത് കേരളീയ മുസ്ലിം ഉമ്മത്തിനോട്, അതായത് മലബാറിലെ മുസ്ലിങ്ങളോട് പറഞ്ഞത്, പോർച്ചുഗൽ അധിനിവേശത്തിനെതിരെ നമ്മൾ പോരടിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമികമായ നമ്മുടെ വിശ്വാസത്തിന്റെ തന്നെ സംരക്ഷണത്തിന്റെ ഭാഗമാണ് എന്നായിരുന്നു. അന്ന് ഖാദി മുഹമ്മദ് തങ്ങളുടെ കൈകൊണ്ട് 2 ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുന്നുണ്ട്. ഒന്ന്, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ കുടിലും കൊട്ടാരങ്ങളിലും നിലനിൽക്കുന്ന വിധം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ ശരിയായ ഇസ്ലാമിക ജീവിതം നയിക്കാൻ നമ്മൾ പഠിപ്പിച്ചു എന്ന മാതൃകാ പുരുഷനായ മഹാനായ അശ്ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ്. മുഹ്യിദ്ദീൻ മാലയാണ്. കോഴിയുടെ മുള്ളോട് കൂവന്നു ചൊന്നാരെ കുശാദ കൂകിപ്പറപ്പിച്ച് വിട്ടോവർ എന്ന് പാട്ടുപാടി തന്ന മഹാനായ ഖാദി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അതായത് മുസ്ലിങ്ങളോട് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ജീവിതത്തിലെ കറാമത്തുകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മഹാനായ ഷെയ്ഖ് തങ്ങളുടെ ജീവിതത്തെ ആദരിക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കുമ്പോൾ ഈ മഹാനുഭാവനെ തള്ളിപ്പറയാൻ പഠിപ്പിക്കുന്നവരാണ് കേരളത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഈ യഥാർത്ഥമായ പാരമ്പര്യത്തിന്റെ വിരുദ്ധ വിഭാഗങ്ങളെല്ലാം. മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയുമ്പോൾ നാരായണ ഗുരുവിന്റെ തത്വമെന്നും ശങ്കരാചാര്യരുടെ വേദാന്ത ചിന്തയുമാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റേതെന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചവരാണ് കേരളത്തിലെ ബിദ്ഈ സംവിധാനങ്ങളെ മുഴുവനും നിലനിർത്തിയവർ. എന്നാൽ നമ്മുടെ പാരമ്പര്യം എന്താ? മഹാനായ ഖാദി മുഹമ്മദ് നമ്മോട് പറഞ്ഞു തരുന്നു, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ കുറിച്ച് പറയാനും അവിടുത്തെ ജീവിതത്തെ അനുകരിക്കാനും അനുധാവനം ചെയ്യാനും ആ ജീവിതത്തിന്റെ അത്ഭുതകരമായ കറാമത്തുകളെ കുറിച്ച് പാടിപ്പുകഴ്ത്താൻ അതേ ഖാദി മുഹമ്മദ് തന്നെയാണ് സാമൂതിരി രാജാവിന് ഉണ്ടായിരുന്ന നായർ പടയാളികൾ പോർച്ചുഗൽ അധിനിവേശത്തിനെതിരെ പോരടിച്ചു ജയിച്ചു എന്ന സന്തോഷകരമായ വാർത്ത വരുമ്പോ ആ വിജയത്തിന്റെ പ്രഖ്യാപനം എന്ന നിലയിൽ ഫത്ഹുൽ മുബീൻ എന്ന ഗ്രന്ഥം എഴുതുന്നത്. ഫത്ഹുൽ മുബീൻ വിജയപ്രഖ്യാപനം എന്ന് തന്നെയാണ് ഇതിനർത്ഥവും. ഫത്ഹുൽ മുബീൻ എന്ന ഗ്രന്ഥം എഴുതുന്നതിന്റെ കാരണം സാമൂതിരിയുടെ കൂടെ നിന്നുകൊണ്ട് പട നയിച്ചിട്ടുള്ള പടത്തലവന്മാരായ നായർ പടയാളികൾ ജയിച്ചപ്പോഴാണ് മുസ്ലിങ്ങളുടെ നായകൻ മഹാനായ ഖാദി മുഹമ്മദ് ഫത്ഹുൽ മുബീൻ എഴുതുന്നത്. നിങ്ങൾ ആലോചിക്കണം, ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തെയും ആ കാലഘട്ടത്തിന്റെ സാമൂഹിക ജീവിതത്തെയും മുസ്ലിം പണ്ഡിതന്മാരെങ്ങനെ സ്വാധീനിച്ചു എന്നത് പ്രധാനമാണ്. ചിലരിപ്പോ ഒക്കെ പറയാറുണ്ടല്ലോ, രാഷ്ട്രീയം പാടില്ല, അല്ലെങ്കിൽ മറ്റു പാടില്ല, ഇന്നത് പാടില്ല, സംഘടന പാടില്ല. ഇപ്പൊ സംഘടന പോലും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ശിർക്കായി വരുന്നു എന്നാണ് പറയുന്നത്. സംഘടന ഉണ്ടാക്കിയാൽ അത് തെറ്റാണ് പോലും. എന്നിട്ട് സംഘടന ഉണ്ടാക്കിയിട്ട് തന്നെ മഹാന്മാരായ ഉലമാഉകൾക്കെതിരെ, മഹാന്മാരായ പണ്ഡിതന്മാർക്കു നേരെ അസഭ്യവർഷം ഉന്നയിക്കുകയും ചെയ്തു. ബഹുമാനനായ എം എം ഉസ്താദും എനിക്കൊക്കെ അറിയുന്ന ഒരാളുണ്ട് ആലുവയിൽ. കളരിക്കൽ യൂസുഫ് എന്നാണ് അയാളുടെ പേര്. പക്ഷേ അയാൾ ഇന്ന് സുൽത്താൻ അഷേഖ് അൽ ചിഷ്തി എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേരിട. നോട്ടീസ് കിട്ടിയാൽ പേരെഴുതാനാണോ പാട്? ഇയാൾ പറയുന്നു സംഘടന എന്ന് പറയുന്നത് പോലും ശിർക്കാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രത്തെ സംഘടിത ബോധത്തോടെ നയിച്ചതാരാ? ഏത് പാരമ്പര്യമാണ്? മഹാനായ ഖാദി മുഹമ്മദിന്റെ പാരമ്പര്യം. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളോട് ആത്മീകമായി ഇന്ന രീതിയിൽ നിലനിൽക്കണമെന്ന് പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഉമ്മത്തിനെ തന്നെ പോർച്ചുഗൽ അധിനിവേശത്തിനെതിരെയുള്ള സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മുന്നണി പോരാളികളായി നിൽക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ തഹ്രീൽ എന്ന ഗ്രന്ഥം ഒരു കാവ്യമാലയാണ്. തഹ്രീൽ എന്ന കാവ്യമാല എഴുതി പോർച്ചുഗലിനെതിരെ പൊരുതാൻ പഠിപ്പിച്ചു. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഈ നാടിന്റെ വെളിപ്പാടകളെ പൊന്നാനിയിലിരുന്ന് മുസ്ലിം ഉമ്മത്തിന്റെ വർത്തമാനകാല ജീവിതത്തിന് പോലും സൗരഭ്യം പകരാൻ സാധ്യമാകുന്ന വിധം ചരിത്രത്തിലെ ഒരു മക്കയായി, ജ്ഞാനത്തിന്റെ മക്കയായി പടുത്തുയർത്തിയ പൊന്നാനിയിലെ വിളക്കത്തിരുന്ന പണ്ഡിതന്മാരെ സൃഷ്ടിച്ച മഖ്ദൂം കുടുംബം. ആ മഖ്ദൂം കുടുംബത്തിലെ മഹാപണ്ഡിതനാണ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്
തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയത്. തുഹ്ഫത്തുൽ മുജാഹിദീന്റെ പ്രത്യേകത എന്താ? തുഹ്ഫത്തുൽ മുജാഹിദീനിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹത്തിന്റെയും സൗഹൃദത്തിന്റെ കഥ പറഞ്ഞു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുണ്ടായിരുന്ന സൗഹൃദം, മുസ്ലിങ്ങളും സാമൂതിരി മഹാരാജാവും തമ്മിലുണ്ടായിരുന്ന സൗഹൃദം. സാമൂതിരി രാജാവിന്റെ പ്രത്യേകത അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കാളിമാർക്ക് ശമ്പളം കൊടുത്തു സാമൂതിരിയുടെ ഗവൺമെന്റ്. കാളിമാർ വെള്ളിയാഴ്ചകളിൽ ജുമുഅ നമസ്കാരത്തിന് പോകാത്തവരെ ശിക്ഷിക്കാനുള്ള അധികാരം കാളിമാർക്ക് നൽകി. ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ക്രിമിനൽ കുറ്റം ചെയ്താൽ രാജ്യത്തിന്റെ പീനൽ കോഡ് പ്രകാരം അയാളെ ശിക്ഷിക്കുകയായിരുന്നില്ല ചെയ്തത്, മറിച്ച് കാളിയുടെ അധികാര പരിധിയിൽ അയാളെ ഏൽപ്പിക്കുകയും അയാൾക്ക് ആ അർത്ഥത്തിൽ ഇസ്ലാമിക ശിക്ഷ വിധിക്കാൻ കാളിക്ക് അധികാരം കൊടുക്കുകയും ചെയ്തു സാമൂതിരി. ഒരു സെക്യുലർ ഗവൺമെന്റുള്ള ഇന്ന് പോലും സാധ്യമാകാത്തത് ഹിന്ദുവായ രാജാവിന് സാധ്യമായി എന്നാണ് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. കാളിമാർക്ക് ശമ്പളം കൊടുത്തു സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലഘട്ടത്തിലെ സാമൂതിരി. ആ കാലഘട്ടത്തിന്റെ ചരിത്രം പറയുമ്പോ MGS നാരായണനെ പോലെയുള്ള പ്രഗത്ഭരായ ചരിത്രകാരന്മാർ തന്നെ പറയുന്നു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ വസ്തുനിഷ്ഠമായ ചരിത്രം എഴുതിയത് സൈനുദ്ദീൻ മഖ്ദൂമാണ്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. ആ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണെന്ന് ചരിത്രത്തിലെ വിശാലമായ വായനയിൽ പറയപ്പെടും പ്രകാരം വ്യക്തമാകുന്നത് ഇങ്ങനെയാണ്: കടലോരങ്ങളിലെ പാവപ്പെട്ട മനുഷ്യന്റെ വ്യാധിയും ആധിയും തീർക്കാൻ അവൻ പ്രിയപ്പെട്ട തന്റെ പ്രിയങ്കരനായ പണ്ഡിത ശ്രേഷ്ഠന്റെ മുമ്പിലെത്തുമ്പോ ആ വ്യാധിക്കും ആദിക്കും പരിഹാരമായി അദ്ദേഹം നിർദ്ദേശിച്ചു കൊടുത്തത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മദ്ഹാണ്, പുണ്യനബിയുടെ പേരിലുള്ള മദ്ഹ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ് മൻഖൂസ് മൗലിദ് എഴുതിയത് എന്നാണ് ചരിത്രപരമായ അന്വേഷണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയതാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞത്? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ ബഅദ ലകാഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. തെറ്റു ചെയ്തു നബിയെ, ഞാൻ അങ്ങയോട് പരാതി പറയുന്നു എന്നാണ്. ലകാഷ്കു, ഞാൻ അങ്ങയോട് പരാതി പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ വലിയ ശിർക്കാവൂലേ എന്നാണ് ചില ആളുകളുടെ ചോദ്യം. സൈനുദ്ദീൻ മഖ്ദൂം എന്ന ഫത്ഹുൽ മുഈന്റെ ഗ്രന്ഥകർത്താവ് തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന മഹാഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ശിഷ്യൻ, 2 ഹറമുകളിലും പഠിച്ചു വരികയും 2 ഹറമുകളിലെയും പണ്ഡിതന്മാരുടെ ശ്രദ്ധാകേന്ദ്രമാവുകയും ചെയ്ത സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. ആ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയാണ്, ഇങ്ങനെ തന്നെ ചെല്ലണം: ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ്. എണ്ണവും തിട്ടവുമില്ലാതെ തെറ്റു ചെയ്തു ഞാൻ. ലകാഷ്കു, ഞാൻ അങ്ങയോട് പരാതി പറയുന്നു. ഫീഹി, ആ വിഷയത്തിൽ. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ വിളിക്കാവോ? ഇത് ഇവിടെ മാത്രം നിൽക്കുന്ന ചരിത്രമല്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ഖബറടക്കത്തിന്റെ 3-ാം ദിനം അലി ഇബ്നു അബീ താലിബ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഖദിമ അലൈനാ അറാബിയുൻ, ഒരു അറാബി വന്നു. ബഅദമാ ദഫന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബി 3 അയ്യാം. 3 ദിവസമേ ആയിട്ടുള്ളൂ പുണ്യനബിയുടെ ഖബറടക്കത്തിന്. അപ്പൊ വന്നിട്ട് ഒരാൾ പറയാണ്, നബിയേ, അങ്ങക്ക് അല്ലാഹു പഠിപ്പിച്ചു എന്നതാണ് വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും. ആ വചനങ്ങളിൽ എനിക്ക് ഓർമ്മയുള്ളൊരു പ്രധാനപ്പെട്ട വചനമുണ്ട്: വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അവരെ തെറ്റു ചെയ്ത് അങ്ങയുടെ മുമ്പിലെത്തിയാൽ, പ്രവാചകൻ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ, ലവജദുല്ലാഹ്, അവർക്ക് അല്ലാഹുവിനെ കണ്ടെത്താനാകും. തവ്വാബൻ റഹീമ, ധാരാളം പൊറുത്തവനും ധാരാളം കരുണ ചെയ്യുന്നവനുമായി. ഈ ആയത്തോതി ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നി ലലംതു നഫ്സി യാ റസൂലല്ലാഹ്, ഞാൻ തെറ്റു ചെയ്തു നബിയേ. അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു ആ ഹദീസ് ഇങ്ങനെ: ഖദ് ഗുഫിറ ലക എന്ന് ആ ഖബറിൽ നിന്ന് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം പുറത്തു വന്നു എന്നാണ്. ഖദ് ഗുഫിറ ലക, നിനക്ക് മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. ഇതേ സംഭവത്തെ മറ്റൊരു തരത്തിൽ, ഇതേ സംഭവമല്ല മറ്റൊരു സംഭവത്തെ അതിനോട് സമാനമായി നിൽക്കുന്ന മറ്റൊരു സംഭവം
മഹാനായ ഇമാം ഇബ്നു കസീർ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പുണ്യനബിയുടെ ചാരത്ത് വന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചൊല്ലുകയാണ്, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖായി അഅ്ളമുഹു ഫതാബ മിൻ ത്വബിഹിന്നൽ ഖാഉ വൽ ലകമു നഫ്സി ഫിദാഉൽ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു അന്തൻ നബിയുൽ ലദീ തുർജാ ശഫാഅതുഹു അല സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു വസാഹിബക ഫലാ അൻസാഹുമാ അബദാ മിന്നി സലാമു അലൈക്കും മാ ജറൽ ഖലമു. ഇത് മനോഹരാന്നറിയോ? ഇത് മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാഹ് ഹജ്ജിന് പോയി ഹബീബിന്റെ പരിശുദ്ധ റൗളയുടെ മുമ്പിൽ സിയാറത്തിന് ചെല്ലുന്നത് നല്ലതാണെന്ന്, ഉസ്തുഹ്സിന വളരെ നന്നായിരിക്കുന്നു എന്ന് മഹാനവകൾ പറയുന്നുണ്ട്. നോക്കണം നിങ്ങൾ, എന്തേ അവിടെ പറഞ്ഞത്? ഈ മദീനയുടെ മുട്ടക്കുന്നുകൾക്ക് സുഗന്ധശോഭ നൽകുന്നത് ഏതൊരു മഹാശരീരത്തിന്റെ സാന്നിധ്യമാണോ ആ മഹാനുഭാവരെ അങ്ങയുടെ ഖബറിലേക്കാണ് എന്റെ ജീവന്റെ ദണ്ഡം, അങ്ങയുടെ ഖബറിൽ നിന്നാണ് സംസ്കൃതിയുടെയും ഉദാരതയുടെയും പ്രഭവകേന്ദ്രം. അങ്ങു തന്നെയാണ് നാളെ സിറാത്തിലൂടെ നടന്നു പോകുമ്പോ എന്റെ ശുപാർശകൻ, അങ്ങയുടെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർ സിദ്ദീഖും ഫാറൂഖും. ഞാൻ മറക്കുന്നില്ല നബിയേ, നിങ്ങൾക്ക് സലാം. അയാളങ്ങനെ പറഞ്ഞ് തിരിച്ചുപോയപ്പോ ഇമാം അത്തബി റഹ്മഹുല്ലാഹ് പതുക്കെ ഒന്ന് തൂങ്ങിയുറങ്ങിയ മഹാനുഭാവന്റെ മുമ്പിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെത്തിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അയാളോട് ചെന്ന് പറ അത്തബി, അയാൾക്ക് പുറത്തു കൊടുത്തു എന്ന് പറ എന്ന് സയ്യിദുനാ റസൂൽ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഹഖാണ്. റുയൽ മുഅ്മിനി ഹഖുൻ എന്നാണ്. പകര വിശദീകരിച്ച സ്വപ്നമല്ല ഞാൻ വിശദീകരിക്കുന്നത്. ഇത് ഇമാം അത്തബി കണ്ട സ്വപ്നത്തെ കുറിച്ച് മഹാന്മാർ വിശദീകരിച്ചതാണ്. പകര കണ്ട സ്വപ്നം ഇൻഷാ അല്ലാഹ് പറയും. പക്ഷെ ഇങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് തന്നെ പറയണമെന്ന് പഠിപ്പിച്ചു തന്നത്, അന്ന് പഠിപ്പിച്ചതിനെ, താബിയുകൾ പഠിപ്പിച്ചതിനെ സ്വഹാബത്ത് പഠിപ്പിക്കുകയും താബിയങ്ങൾ പകർത്തുകയും താബിയങ്ങൾ പഠിപ്പിച്ചു തന്ന് അത് നമുക്ക് പകർന്നു തന്നത് മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. ആ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾക്ക് രണ്ടുണ്ടായിരുന്നു. ഒന്ന്, മുസ്ലിങ്ങളുടെ ആത്മീക ചിന്തകളുടെ സംഘടിതമായ സ്വഭാവമാകേണ്ടത് അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. അതുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഹബീബിനെ അവിടുത്തെ മദ്ഹ് ചൊല്ലാനും അതുപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅയെ ഷാഫി മദ്ഹബ് പ്രകാരം പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. ഒരു ഭാഗത്ത് ഈ ജനതയെ അവരെ സമരോത്സുകരായി നിലനിർത്തുകയും അവരെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായി ഭരണകൂടം നിലനിൽക്കാൻ, ഭരണത്തിനെതിരെ കടന്നു വന്ന അധിനിവേശത്തിനെതിരെ പൊരുതാൻ അവരെ പോരാട്ട വീര്യമുള്ളവരാക്കുകയും ചെയ്തു സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. കുഞ്ഞാലി മരക്കാർമാരോട് പറഞ്ഞു, നിങ്ങൾ ജിഹാദ് ചെയ്യണം. എന്തിനാ ജിഹാദ്? സാമൂതിരി നിലനിൽക്കണം. ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് നാട്ടൊരുമ നടത്തുന്നവർ ആലോചിക്കണം, ഈ നാട്ടിന്റെ ഒരുമ നിലനിർത്തിയത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ്. നിങ്ങൾ ആ ഒരുമ തകർക്കാൻ വേണ്ടി നടക്കാതിരുന്നാ മതി. ഇപ്പോ നാട്ടൊരുമ നടത്തി, മഹലിലും നാട്ടിലും വന്നിട്ട് ഇപ്പോ പ്രസംഗിക്കാണ് മതസഹിഷ്ണുത. അഭിസാരികക്ക് ചാരിത്ര പ്രസംഗം നടത്താൻ തുടങ്ങിയാൽ എന്തു തോന്നും എന്നേ എനിക്ക് ചോദിക്കാറുള്ളൂ. അഭിസാരിക ചാരിത്ര പ്രസംഗം നടത്താൻ തുടങ്ങിയാൽ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ ഇപ്പോ നാട്ടൊരുമ നടത്താൻ ശ്രമിക്കുന്നു. ആ ഒരുമയുണ്ടായത് സൈനുദ്ദീൻ മഖ്ദൂം പഠിപ്പിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിൽ നിന്നാണ്. സാമൂതിരി മഹാരാജാവ് എന്ന് പറയുന്ന ഹൈന്ദവ രാജാവ് നിലനിൽക്കാൻ ആവശ്യമാകുന്ന വിധം സമരം ചെയ്യാൻ പഠിപ്പിച്ചത് സൈനുദ്ദീൻ മഖ്ദൂമാണ് റഹിമഹുല്ലാഹ്. പിന്നെ ആ ചരിത്രത്തെ നാം കാണുന്നത്, പോർത്തുഗൽ കഴിഞ്ഞ് ബ്രിട്ടീഷുകാരൻ കടന്നു വരുമ്പോ ഈ വഴിയെ നടന്നുപോയി ചാവക്കാട്ടെ തുക്കുടി സാഹിബിന്റെ മുമ്പിൽ ചെന്ന് നിന്ന്, നിനക്കു നികുതി തരാൻ, നിന്റെ ഭരണകൂടത്തിന് നികുതി തരാൻ മനസ്സില്ലടാ എന്ന് പറഞ്ഞ മഹാനായ ഖാലി ഉമർ ഖദ്ദസല്ലാഹു സിറഹു, സൂര്യനസ്തമിക്കാത്ത മഹാസാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ ഉദ്യോഗസ്ഥന്റെ മുഖത്തേക്ക് മദാ തഖൂലു യാ ബത്താൽ എന്ന് ചോദിച്ച് ആഞ്ഞു തുപ്പിയ ഉമർ ഖാലി. ആ ഉമർ ഖാലിയുടെ ത്വരീഖത്തിന്റെ ശൈഖായിരുന്ന മഹാനായ മമ്പുറം തങ്ങൾ നബ്ബറല്ലാഹു മർഖദ,
തളക്കളത്തൂർ ക്ഷേത്രമുറ്റത്ത് വെച്ച് സമരം ചെയ്യണമെന്ന് തോന്നിയപ്പോ ബ്രിട്ടീഷുകാരന്റെ തോക്കിന്റെ മുമ്പിലൊന്ന് പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്കൊരു പ്രചോദനം നൽകാൻ ഒരു ഏലസ് മന്ത്രിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ ഏലസ് മന്ത്രിച്ചു കൊടുത്തു മഹാനായ പാണക്കാട് തെക്കൊടപ്പനക്കൽ തറവാട്ടിന്റെ അന്നത്തെ നായകൻ മഹാനായ പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ. അവസാനം ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടവരുടെ മൃതദേഹങ്ങളിൽ നിന്ന് ഈ ആത്മധൈര്യത്തിന് പ്രചോദനമായത് ഈ ഏലസുകളാണെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് പട്ടാളക്കാരൻ അന്നത്തെ മുസ്ലിം തഹസിൽദാറിന്റെ കയ്യിൽ കൊടുത്തു. ഈ ഏലസിന്റെ ഉറവിടം അറിയണം. മുസ്ലിം തഹസിൽദാർ പാണക്കാട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, പൊന്നു തങ്ങളെ, മുസ്ലിംകൾ അങ്ങയുടെ മുമ്പിൽ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോ രോഗിക്ക് മന്ത്രിച്ചു കൊടുത്തതാണ് ഈ ഏലസ് നിന്നും മറിച്ചു പറയാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ട തങ്ങളെ, ഗവൺമെന്റ് അങ്ങേ അറസ്റ്റ് ചെയ്യാതിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോ എന്റെ നാട്ടിന്റെ മണ്ണ് കവരാൻ, എന്റെ നാടിന്റെ അഭിമാനം കവരാൻ വന്ന ബ്രിട്ടീഷ് മേൽക്കോയ്മക്കെതിരെ പൊരുതാൻ ഞാൻ കുട്ടി ഹസന് ഈ മന്ത്രിച്ചു കൊടുത്ത തകട് ശരി തന്നെയാണ്, മാറ്റി പറയാൻ എനിക്ക് വയ്യെന്ന് പറഞ്ഞു മഹാനായ പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ നബ്ബറല്ലാഹു മർഖദ. തങ്ങൾ പോയി, തങ്ങളെ വേലൂർ ജയിലിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴി പോത്തന്നൂർ വച്ച്, പോത്തന്നൂർ എന്ന് പറഞ്ഞാൽ ഈ പോത്തന്നൂരല്ല, തമിഴ്നാട്ടിലെ പോത്തന്നൂർ വച്ചായിരുന്നു മഹാനവർക്ക് നമസ്കരിക്കാൻ വുളൂ ചെയ്യാൻ ആവശ്യമാകുന്ന വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചപ്പോ ട്രെയിൻ അങ്ങ് നിന്നുപോയി എന്നാണ്. എന്നതിന് ശേഷം പിന്നീട് വുളൂ ചെയ്തു വന്ന് നമസ്കാരാനന്തരം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ്. ദുൽ കറാമത്ത്, കറാമത്തിന്റെ ഉടമയായിരുന്ന മഹാനായ പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെയും സാമൂഹിക ജീവിതത്തെയും മതത്തെയും എങ്ങനെയാണ് നമ്മുടെ ഉലമാവും സാദാത്യങ്ങളും നയിച്ചിരുന്നത് എന്ന പാരമ്പര്യം ഞാൻ പറയുകയാണ്. ആ പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്നു വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കേരളത്തിൽ ആരാ അല്ലാതെ മറ്റെന്തു ചെയ്തു എന്ന് പറയുന്നത്? സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പുനർവായനയ്ക്കു വേണ്ടി കുറെ കാലം ചില ആളുകൾ തുഹ്ഫത്തുൽ മുജാഹിദീൻ കയ്യിൽ പിടിച്ചു നടന്നിരുന്നു. വായിക്കാൻ കിട്ടിയിട്ടല്ല, എന്നാലും അവർ പറയണ മലയാളം അങ്ങനെയാണല്ലോ, സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പുനർവായന തുഹ്ഫത്തുൽ മുജാഹിദീൻ. നിങ്ങൾ ആലോചിക്കണം, അവർക്ക് എന്ത് പാരമ്പര്യമുണ്ട് ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ കയ്യിൽ പിടിക്കാൻ? തുഹ്ഫത്തുൽ മുജാഹിദീൻ കയ്യിൽ പിടിക്കണമെന്ന് ആലോചിക്കണം. ആ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയ അതേ കൈകൊണ്ട് തന്നെയാണ് കർമ്മശാസ്ത്ര സരണിയിൽ ഷാഫി സരണിയിലെ ഏറ്റവും പ്രാമാണികമെന്ന് പറയാവുന്ന വിധം ലോകം അംഗീകരിച്ച ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥം എഴുതുന്നത്. ആ കൈകൊണ്ട് തന്നെയാണ് മൻഖൂസ് മൗലിദും എഴുതുന്നത് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങളെ പറഞ്ഞു തന്ന കൈ അത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ കൈ, അത് സുന്നത്ത് ജമാഅത്തിന്റെ കൈയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യമാണ് 926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെത്തുന്നത്. അവിടെ കൂടിയവരും അതുതന്നെയാണ്, സയ്യിദും ആലിമും. നിങ്ങൾ ആലോചിക്കണം, ആ കാലഘട്ടത്തിലെ പർവ്വത സമാനരായ മഹാപണ്ഡിതന്മാർക്ക് വേണമെങ്കിൽ പ്രസിഡന്റ് ആകാമായിരുന്നു. കുറെ കഴിഞ്ഞതിന് ശേഷം ചില ആളുകളൊക്കെ ആലോചിച്ചല്ലോ, കുറെ ആയി ജനറൽ സെക്രട്ടറി ആവാൻ വേണ്ടി ഇരിക്കണു, എന്നിട്ടും നടക്കില്ല, എന്നാ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് പോന്നിട്ട് ആവാമെന്ന് വിചാരിച്ച ഒരാൾ ജനറൽ സെക്രട്ടറിയായി, പിന്നെ കൂട്ടത്തിലുള്ളയാൾ പ്രസിഡന്റുമായി. അങ്ങനെയായിരുന്നുവെങ്കിൽ അന്ന് തന്നെയും പർവ്വത സമാനരായ പണ്ഡിത മഹത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സയ്യിദാണ്, ആലിമാണ്, ഖുതുബിന്റെ സമാന്റെ ഖുതുബാണ്, ഈ അർത്ഥത്തിലെ മഹാനാണ്. ആ മഹാനുഭാവൻ തന്നെയാകണം ഈ പതാകയുടെ തുടക്കക്കാരൻ. ഈ പതാക ഇമാം മഹദിയിലെത്തിക്കണമെന്ന് പ്രാർത്ഥിച്ച മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നബ്ബറല്ലാഹു മർഖദ. വലിയ ഉലമാക്കൾ ഒരുമിച്ചുകൂടി 926 നിന്ന് ആ സംഘബോധത്തിന്റെ ചരിത്രം ഇങ്ങനെ നിരന്തരമായി യാത്ര തുടങ്ങി. നിങ്ങൾ ഓർക്കണം, 957 കേരള ഗവൺമെന്റിന് പോലും ഒരു ഐക്യ കേരള വിദ്യാഭ്യാസ കരിക്കുലം രൂപീകരിക്കാൻ സാധിച്ചതെങ്കിൽ. ചിലരൊക്കെ പറയണ്ടല്ലോ, ഈ തലയെക്കെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാർക്ക് കേരളത്തിൽ ഒരു നവോത്ഥാനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ആരാ കൊണ്ടുവന്നത്? 957 ആദ്യത്തെ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ, ലോകത്താദ്യമായി ജനാധിപത്യത്തിന്റെ ബാലറ്റ് ഉപയോഗിച്ച് കടന്നുവന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ഐക്യ കേരള മന്ത്രിസഭ. ആ മന്ത്രിസഭയാണ് ഒരു ഐക്യ കേരള വിദ്യാഭ്യാസ കരിക്കുലം രൂപീകരിക്കുന്നത്. അതിനൊക്കെ മുമ്പ്
945 സമസ്തയുടെ മഹാരഥന്മാരായ ഉലമാക്കളെ മുമ്പിൽ വെച്ച് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി എന്ന മുസ്ലിം ഉമ്മത്തിന്റെ കേരളീയ ജീവിതത്തിന്റെ നവോത്ഥാനത്തിന്റെ അമരനാമമായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നബ്ബറല്ലാഹു മർഖദഹ് മഹാനുഭാവൻ പറഞ്ഞു, നാം ഇന്ത്യ സ്വതന്ത്രമാകും. അതൊരു കറാമത്തിന്റെ വർത്താനാണ്. ഇന്ത്യ സ്വതന്ത്രമാകും, ഒരു സെക്യുലർ ഗവൺമെന്റ് അധികാരത്തിൽ വരും. സെക്യുലർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി മതപഠനം നടത്താൻ സംവിധാനമുണ്ടാകണമെന്നില്ല. നാം സമുദായം അത് ഏറ്റെടുക്കണം. എന്തൊരു വർത്താനാണ്. എന്നിട്ടിപ്പോ ബാഫക്ക് തങ്ങളെയോ പൂക്കോയ തങ്ങളെയോ അല്ലെങ്കിൽ മഹാന്മാരായ നമ്മുടെ ഉലമാക്കളെ ഒന്നും വേണ്ടാത്ത നാട്ടൊരുമക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചാൽ ആ നാട്ടൊരുമയുടെ സ്ഥാനം പൊന്നാനി തെരുവിലൂടെ നടക്കുന്നവർ കൂടി ആലോചിക്കണം. അത് കടലിലാണ്, അറബിക്കടലിലാണ്. പോർട്ടുഗൽ കടന്നു വന്നപ്പോൾ ഏതുപോലെ പോരടിച്ചോ അതുപോലെ ഇത്തരത്തിൽ ഈ സമുദായത്തിൽ ഛിദ്രത വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരെയും നേരിടാൻ സമസ്തയുടെ മക്കൾ സന്നദ്ധരാണ്. കാരണം ഇത് ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും വഴിയാണ്. ഇത് വെറുതെ ഉണ്ടായതല്ല. ഇത് അഹോരാത്രം പണിയെടുത്ത് സ്വപ്നം കണ്ട് ത്യാഗം ചെയ്ത് മഹാരഥന്മാരായ ഉലമാക്കൾ പണിയെടുത്തുണ്ടായതാണ്. 45 മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഈ വർത്തമാനം പറയുന്നത്. 49 സമസ്ത കമ്മീഷനെ വെച്ചു. നാടുനാടാകെ ഗ്രാമചത്തരങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ നടന്നു ചെന്നു. മഹാന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും സമസ്ത മദ്രസ പണിതു. കേരളത്തിൽ ഇന്ന് ലോകത്തെ ആകെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമായി. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 51 49 51 വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സംഘബോധമാണ് ഇന്ന് റാബിത്തത്തുൽ ആലമിൽ പോയി നിന്നിട്ട് പറയുന്നത്. ഞാൻ പറയാം മസ്അല ഷാഫി മദ്ഹബിന്റെ മസ്അല മാത്രമല്ല, ലോകത്തെ പ്രമുഖ പണ്ഡിതരെ ഞാൻ പറയാം മസ്അല. നിങ്ങൾക്ക് തെറ്റി എന്ന് പറയാൻ ധൈര്യം കിട്ടിയ മഹാനായ ശൈഖുന ആലിക്കുട്ടി മുസ്ലിയാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സ് തരട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ആ മഹാനുഭാവനെ സൃഷ്ടിച്ചത് ജാമിയ നൂരിയ അറബിയ, പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും ശിഷ്യൻ ലോകത്തെ മഹോന്നതമായ പണ്ഡിത സഭയുടെ മുമ്പിൽ നിന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാല്ലാ ഇപ്പോൾ വരും. ബഹുമാനപ്പെട്ട ഉസ്താദ് DC ആയിട്ടുണ്ട്. മൈക്ക് ആലപ്പുഴ പെട്ടെന്ന് ഞാൻ അറിയാതെ മൈക്കിൽ വന്നത്. മൈക്ക് വോയിസ് ആക്റ്റീവ് ആക്കി വെക്കരുത് ആരും. അറിയാതെ ഒക്കെ മൈക്കിലേക്ക് വരും. ആലപ്പുഴ അറിയാതെ മൈക്ക് വന്നതാണ്. ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് ലൈവുമായിട്ട് തിരുവരിൽ നിന്ന് ഇൻഷാല്ലാ എത്തും. ലൈവ് വളരെ നല്ല ഒരു ലൈവാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഓണമള്ളി മുഹമ്മദ് ഫൈസി ഉസ്താദിന്റെ പ്രഭാഷണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സമയം ലൈവ് ടീം ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് തന്നെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും സമയം വളരെ നല്ല നിലയിൽ തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇൻഷാല്ലാ എത്തിയോ? ലൈവ് എത്തിയോ? ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ DC ആയിട്ടുണ്ട്. ഇൻഷാല്ലാ എത്തിയാലുടൻ മൈക്ക് കൈമാറുന്നതാണ്. ബഹുമാനപ്പെട്ട മുസമിൽ വാബി ഉസ്താദാണ് നമുക്ക് ലൈവ് എത്തിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് തിരുവൂരിൽ നിന്നുള്ള. ഉസ്താദ് എത്തിയോ? കാണുന്നില്ല. 2 ID ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ, മറ്റൊരു ഐഡിയും കാണുന്നില്ല. വളരെ നല്ല പ്രസംഗങ്ങളൊക്കെ ഇനിയും വരാനുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബിന്റെ പ്രസംഗം വരാനുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രാമന്തലി സാഹിബിന്റെ പ്രസംഗം വരാനുണ്ട്. ഒരുപാട് പ്രസംഗങ്ങൾ വരാനിരിക്കുന്നുണ്ട്. നല്ല നല്ല പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അലിക്കുട്ടി മുസ്ലിയാരുടെ പ്രസംഗം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഓണമള്ളി മുഹമ്മദ് ഫൈസി ഉസ്താദാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. റേഡിയോ കേൾക്കുന്ന ആളുകളുണ്ടാവില്ല, ഒരുപാട് ആളുകൾ. എത്രയും പെട്ടെന്ന് തന്നെ ലൈവ് ടീം എത്തിക്കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ലൈവിലേക്ക് പോകും. ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട മിസ്റ്റർ വാഫി ഉസ്താദാണ് നമുക്കിന്ന് തിരൂരിൽ നിന്നുള്ള ലൈവ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈസി ആയിട്ട് കാണുന്നില്ല. എന്ത് പറ്റി? റീസ്റ്റാർട്ട് ചെയ്യാൻ പോയോ? വളരെ മനോഹരമായ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് വൈസി ഉസ്താദിന്റെ. എത്രയും പെട്ടെന്ന് ലൈവ് ടീം എത്തിയാലുള്ളൂ നമുക്ക് മൈക്ക് കൈമാറാൻ പറ്റൂ. ഇൻഷാ അല്ലാഹ് എത്തും. അപ്പോ ഇനിയും ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് സാഹിബ് പൂക്കോട്ടൂര് ഒക്കെ പ്രസംഗിക്കാനുണ്ട്. അതുപോലെ തന്നെ രാമദലി സാഹിബ് ഉണ്ട്. പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ ഇനിയും പ്രസംഗിക്കാനുണ്ട് വേദിയിൽ. ആളുകളൊക്കെ പരമാവധി ആളുകളൊക്കെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് എത്തിക്കാൻ വേണ്ടി ക്ലാസ് റൂമിലുള്ളവരൊക്കെ ശ്രമിക്കുക. എത്തിയോ? ലൈവ് എത്തിയില്ല. എത്തും. ഞാൻ പക്ഷെ റീസ്റ്റാർട്ടായി കാണും. എന്തെങ്കിലും നെറ്റൊക്കെ വളരെ കട്ടില്ലാതെയാണ് നമുക്ക് നല്ല നിലയിൽ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദൊക്കെ എത്തിയിട്ടുണ്ട്. ഉസ്താദ്മാരൊക്കെ ഇപ്പൊ എത്തണുള്ളൂ. ഉസ്താദിനൊന്നും ഇപ്പോ അല്ലാതെ കാണുന്നില്ല. എന്താ അറിയില്ല, ബിസി തന്നെ ആയിരിക്കും. അപ്പോ ഒരുപാട് ആളുകള്, നമ്മുടെ പ്രവർത്തന്മാർ തന്നെ ഒരുപാട് ആളുകളൊക്കെ ശരി, പ്രധാനമാര് തന്നെ കുറെ ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം, നെറ്റില്ലാത്ത പ്രശ്നങ്ങളാവാം. കുറെ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മളൊരാളെ കാണാനില്ല എന്ന് കരുതിയിട്ട് പിന്നെ മുങ്ങിയെന്ന് കരുതുന്നില്ല. നെറ്റില്ലാത്ത വരുമ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അഡ്മിന്മാരൊക്കെ കയറി വരുന്നുള്ളൂ. ആളുകളൊക്കെ കയറി വരുന്നു. ഐക്കണുകൾ പാടില്ല കേട്ടോ മിസ്സു, ഐക്കണുകൾ പാടില്ല. പൂ മാത്രമേ ക്ലാസ് റൂമിൽ ഇടാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ആവർത്തിക്കരുത്. കുട്ടികളായിരിക്കാം ഒരു പക്ഷെ ഐഡിയയിലുള്ളത്, അതുകൊണ്ടൊക്കെ അങ്ങനെ സംഭവിക്കാം. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ചിലപ്പോ അറിയാതെ ഐക്കണുകള്, നമ്മൾ ഐക്കണ് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പൂവ് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. പൂവിനേക്കാളും കൂടുതൽ മറ്റത് ലെനിൻ സഖാവാണ്. പിന്നീട് എന്താ ഉണ്ടായത്? പിന്നെ ആ സാധനം ലോകത്ത് തന്നെ ഇല്ലാണ്ടായി. ഞാൻ അതിന്റെ രാഷ്ട്രീയം പറയാണെന്ന് വിചാരിക്കേണ്ട, അങ്ങനെ സംഭവിച്ചു. പിന്നീട് ലെനിനും മാക്സും എംഗൽസും എല്ലാം തലകുത്തി കിടക്കുന്നത് കണ്ടപ്പോ, പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മങ്കൂസ് മൗലിദിൽ ഖുറൈശികൾ അഷ്റഫുൽ ഖൽഖിന്റെ പരിശുദ്ധ ജന്മത്തെക്കുറിച്ച് പറയുന്നിടത്ത് പുണ്യനബി ജനിച്ചു, എല്ലാ വിഗ്രഹങ്ങളും തലകുത്തി കിടന്നപ്പോ ഇവരൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക കുല്ലൻ. എന്ത് പറ്റി? എന്തേ തലകുത്തി കൊടുക്കണു? കാര്യം പറ. പ്രശ്നം പ്രയോഗത്തിന്റെയോ അതോ സിദ്ധാന്തത്തിന്റെയോ എന്ന് ചോദിച്ച പോലെ. നോക്കൂ നിങ്ങൾ, ഇവിടെ ഇബ്ലീസ് അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ല. പക്ഷേ അതേ ഇബ്ലീസ് ഉസ്താദിനെതിരായി, ചരിത്രത്തിൽ ഇതേ ഉസ്താദിനെതിരായതുപോലെ സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രമുഖ ശിഷ്യൻ ഉസ്താദാകുന്ന മൂസ നബി അലൈഹി സ്വലാമിനെതിരായി പടച്ചറബ് ഒരുപാട് കാശാൽ കൊടുത്തു. എത്ര കൊടുത്തു എന്ന് പറയുന്നിടത്ത് വളരെ രസകരമായിട്ടാണ് റബ്ബ് പറയുന്നത്, അവന്റെ സമ്പത്തിന്റെ ഭണ്ഡാകാരങ്ങളുടെ താക്കോൽ വഹിക്കാൻ ആ കാലഘട്ടത്തിലെ ശക്തന്മാരായ ആളുകൾക്ക് പോലും സാധ്യമാകാത്ത വിധം അള്ളാഹു കൊടുത്തു. നമ്മുടെ നാട്ടിലെ അനന്തപത്മനാഭ ക്ഷേത്രം തുറന്ന സമയത്ത് ABC അറകൾ തുറന്നപ്പോഴുണ്ടായത് 1,00,000 കോടിയാണ് അതിന്റെ വാല്യൂ എന്നാണ്. അതിനേക്കാളും അപ്പുറമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അവന്റെ ഈ ഭണ്ഡാകാരങ്ങളുടെ താക്കോല് പോലും വഹിക്കാൻ ഭാരായിരുന്നു. ആള് വലിയ സമ്പന്നനാണ്. ആരാ? ഹാറൂൻ. ഹാറൂൻ പക്ഷെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എതിർത്തു. മൂസ നബിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ അയാളെ നിരന്തരം ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്നു, ലാ തബ്ഗി ഫിൽ അർളി ഫസാദ, നീ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, നീ മൂസ നബിയുടെ സമൂഹത്തിനിടയിൽ പ്രശ്നമുണ്ടാക്കരുത്, കുടുംബങ്ങളിൽ ഛിദ്രത വരുത്തരുത്, മനസ്സുകളിൽ മതിൽ കെട്ടരുത്. അന്ന് മദ്രസയും പള്ളിയും അങ്ങനെ കൂടുതലുണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്നാണെങ്കിൽ ശരിയാണ്, കുഴപ്പമുണ്ടാക്കരുത് എന്ന് ആ കാലഘട്ടത്തിലെ മുഅ്മിനീങ്ങൾ പറഞ്ഞു. ലാ തബ്ഗി ഫിൽ അർളി ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. പക്ഷേ ഖാറൂൻ പറഞ്ഞ കാര്യം എന്താ അറിയോ?
ഹാറൂൻ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് വെറുതെ കിട്ടിയതല്ല. ഇന്നമാ ഉതീതു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ എന്റെ വിവരാണ്, എന്റെ ജ്ഞാനമാണ് ഈ പറയുന്ന പ്രകാരം എനിക്ക് ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് കാരണം. അതുകൊണ്ട് ഞാൻ മൂസയെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഹാറൂൻ. എന്നിട്ട് അയാൾ അങ്ങനെ നിന്നില്ല. മൂസ നബി എന്ന് പറയുന്ന ആത്മീക നായകൻ ബനു ഇസ്രായേലി സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും മഹാനായ പ്രവാചകന്റെ നേതൃത്വം ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തപ്പോ തന്റെ നേതൃത്വത്തെ എങ്ങനെ സ്ഥാപിക്കണമെന്ന ആലോചനയിലായി ഹാറൂൻ. എന്തു ചെയ്യും? ഹാറൂനൊരു പരിപാടിയിട്ടു. നിരന്തരമായി തന്റെ പണം കൊണ്ടുണ്ടാക്കിയ ആർഭാടത്തിന്റെ പുതിയ 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 യാത്രകൾ നിരന്തരം നടത്തിക്കൊണ്ടേയിരുന്നു. ഹാറൂൻ ഒരുപാട് യാത്ര നടത്തി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, അയാൾ അയാളുടെ ജനതയിലേക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സൗന്ദര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ടു. മുഫസ്സിരീങ്ങൾ അവിടെ വിശദീകരിച്ചു, അയാൾക്ക് അന്ന് കിട്ടാവുന്ന ഏറ്റവും മുന്തിയ വാഹനത്തിന്റെ പുറത്താണ് ഹാറൂൻ ആ യാത്ര തുടങ്ങി വച്ചത് എന്ന്. ഇന്ന് ചില ആളുകളൊക്കെ പറയണ്ടല്ലോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല ഈ ആയത്തിന്, ഈ ചരിത്രത്തിനും മരുന്നിന് എക്സ്പയറി ഡേറ്റ് കഴിയും, പക്ഷേ ഈ ചരിത്രം എക്സ്പയർഡ് അല്ല, ഇറ്റ് വിൽ നോട്ട് ബി എക്സ്പയർഡ്. ഇതൊരിക്കലും അങ്ങനെ എക്സ്പയർഡ് ആവൂല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, അയാൾ അയാളുടെ സകലമാന ആഡംബരങ്ങളോടുകൂടെ യാത്ര നടത്തി. ആ യാത്ര നടത്തിയപ്പോ ഇത് കണ്ടു മഞ്ഞളിച്ചു പോയൊരു പച്ചമാളുകൾ ചോദിക്കാൻ തുടങ്ങി, യാ ലൈതലനാ മിസ്ലമാ ഊതിയ ഖാറൂൻ, ഖാറൂന് കിട്ടിയതുപോലെ നമുക്കും കിട്ടിയിരുന്നുവെങ്കിൽ, ഇന്നഹു ലദൂ ഹദ്ദിൻ അലീം, അയാളല്ലേ കേമൻ, അയാളല്ലേ കേമൻ. സംഭവാട്ടോ അല്ലേ, അയാളല്ലേ കേമൻ. ചിലർ ചോദിച്ചു. പക്ഷേ മുഅ്മിനീങ്ങൾ പറഞ്ഞു, അല്ല, അത് കേമത്തമല്ല. കാരണം മൂസയുടെ നേതൃത്വം, സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ആത്മീയതയുടെ നേതൃത്വമാണ്. ആ നേതൃത്വം അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭ്യമാകുന്ന നേതൃത്വമാണ്. അതുകൊണ്ട് സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹാ, സൽകൃതരായ സത്യവിശ്വാസികളായ സമൂഹത്തിന് അല്ലാഹു നൽകാനിരിക്കുന്ന പ്രതിഫലമാണ് പ്രധാനം. ഹാറൂന്റെ ഈ സമ്പത്തിന്റെ പളവളപ്പിൽ യാതൊന്നും തരത്തിലും നിങ്ങൾ കണ്ണുമഞ്ഞളിച്ചു പോകേണ്ടതില്ല എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ. ഉലമാക്കൽ കാലല്ലദീന ഊത്തുൽ ഇൽമ, ജ്ഞാനം ലഭ്യമാക്കപ്പെട്ട ഉലമാക്കൽ, അവരാ പറഞ്ഞത് വൈലക്കും, ഇത് നാശാണ്, ഈ പോക്ക് നാശാണ്. എന്തുകൊണ്ട്? ആ കാലഘട്ടത്തിൽ മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരായി അത്തരത്തിലൊരു സംഘടനാ രൂപം ഉണ്ടാക്കാൻ ഖാറൂൻ ശ്രമിച്ചപ്പോഴാണ് പടച്ചറബ് പറഞ്ഞത്, അവന്റെ ഗ്രൂപ്പിൽ നിന്ന് പോലും ആളെ കിട്ടിയില്ല, അവസാനം അവന് നാശമുണ്ടായപ്പോ. അങ്ങനെയും പറഞ്ഞു പഠിച്ചു അല്ലേ. വമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു, കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും സഹായിക്കാണ്ടായില്ല, ഒരാൾ പോലും സഹായിക്കാണ്ടായില്ല. ആ ചരിത്രമൊന്നും വളരെ കൃത്യമായി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ചരിത്രത്തിൽ പിന്നെ നാം കാണുന്നത് 989 സമസ്തയുടെ അഭിനന്ദരായ ഉലമാക്കൽ ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്ത് ഏറ്റവും ഭീഷണമായ ഒരു ചരിത്ര പ്രതിസന്ധി നേരിടുമ്പോഴാണ്, ഇന്ത്യയിലെ മുസ്ലിം സമൂഹം മുഴുവനും ശരീഅത്തുൽ ഇസ്ലാം നിലനിൽക്കാൻ വേണ്ടിയുള്ള സമരഗോതയിൽ നിലനിൽക്കുമ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ ധിക്കരിച്ച് ചില ആളുകൾ ഇറങ്ങിപ്പോയത്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം. അന്ന് എന്തേ അവർ പറഞ്ഞത്? അന്ന് അവർ പറഞ്ഞത്, നമ്മൾ മറ്റു മുസ്ലിം അവാന്തര വിഭാഗങ്ങളുമായി കൂടാൻ പാടില്ല എന്നാണ്. ഇന്നോ ഇന്ത്യ അവാന്തര കച്ചവടമാണ് നടക്കുന്നത്. ഈ പറയുന്ന നോളജ് സിറ്റിയിലും കച്ചവടം ചെയ്യുന്നിടത്ത് സകല മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി സകലതിനെയും കൂട്ടുപിടിച്ചിട്ടാണ് ഇയാൾ നടത്തുന്ന സകല കച്ചവടവും കച്ചവടം നടത്താം. സ്വന്തം കച്ചവടങ്ങൾ നടത്താൻ ഈ പറയപ്പെടുന്നവരൊക്കെ കൂട്ടാം. പക്ഷേ ഒരു കാലഘട്ടത്തിന്റെ ചരിത്ര പ്രതിസന്ധിയിലായിരുന്നു അന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ഏതാത് ബീഗം ഷാബാനു കേസ് ഇന്ത്യയുടെ സുപ്രീം കോർട്ടിന്റെ മുമ്പിലെത്തി. സുപ്രീം കോർട്ടിലെ ഒരു ജഡ്ജ് പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു പ്രത്യേക നിയമം എന്ന് പറയുന്നത് തെറ്റാണ്. ഇന്ത്യയിലെ എല്ലാവർക്കും വേണ്ടി ഒരു കോമൺ കോഡ് വേണം. കോമൺ കോഡ്, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു കോമൺ കോഡ് വന്ന എന്തായിരിക്കും അവസ്ഥ? കോമൺ കോഡ് വന്നാൽ അന്ന് കോമൺ കോഡിന് വേണ്ടി വാദിച്ച രണ്ട് പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഒന്ന് CPM ആണ്, മറ്റൊന്ന് BJP ആണ്. അതായത് ആത്യന്തിക ഹൈന്ദവ ഫാസിസ്റ്റ് വർഗീയ സംഘടനയാണ്. അവർ പറഞ്ഞു കോമൺ കോഡ് വേണം. CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പത്രക്കാരോട്, അദ്ദേഹം പത്രക്കാരുടെ മുമ്പിലെത്തിയപ്പോൾ പത്രക്കാർ ചോദിച്ചു, അങ്ങ് കോമൺ കോഡിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ,
കോമൺ കോഡ് എന്ന് പറയുന്നത് ആകാശത്ത് ഇറക്കിക്കൊണ്ടുവരുന്നൊരു കോഡല്ലല്ലോ. സ്വാഭാവികമായും ലോകത്തുനിന്ന് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു നിയമത്തെ ആയിരിക്കണമല്ലോ കോമൺ കോഡാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലൊരു കോമൺ കോഡ് ഉണ്ടാകുമെങ്കിൽ ഏത് കോഡാണ് അങ്ങ് നിർദ്ദേശിക്കുക എന്ന് ചോദിച്ചു. അദ്ദേഹം തുടങ്ങുമ്പോൾ വിക്കാറുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് വിക്കി തുടങ്ങി അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച കോഡ് ഹിന്ദു കോഡാണ്. ഹിന്ദു കോഡ്, സുബ്ഹാനല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹിന്ദു കോഡ് പ്രകാരമായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ നിക്കാഹ് കഴിക്കുമ്പോൾ ഒരു 2 മാല കൈപിടിക്കണം, എന്നിട്ടൊരു വിളക്ക് അതിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് അവസാനം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ഹിന്ദു കോഡ്. അന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയും പ്രകാരമുള്ള സെക്കുലറിസം കേവലം ഒരു അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന പദപ്രയോഗമല്ല, അത് മറിച്ച് ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ നൽകുന്ന അവകാശങ്ങളിൽ പ്രധാനമാണ്, ഞങ്ങളുടെ ജീവവായുവാണ് സെക്കുലറിസം. അതുകൊണ്ട് ഈ സെക്കുലർ ഭരണഘടന നിലനിർത്തി ഇന്ത്യയിലെ ഭരണഘടനാ പ്രകാരം മുസ്ലിങ്ങൾക്ക് ജീവിക്കാനുള്ള, ശരീഅത്ത് പ്രകാരം ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ജനാധിപത്യപരമായ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു ഗുലാം മഹ്മൂദ് ബനാത്വാല. അല്ലാഹു ആ ഖബർ വിശാലമാക്കട്ടെ. ആ മനുഷ്യന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞു, അങ്ങയുടെ പ്രസംഗം, അങ്ങയുടെ വികാരം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വികാരമാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കും. പാർലമെന്റിനെ കൊണ്ട് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ അദ്ദേഹം കൊണ്ടുവന്ന സ്വകാര്യ ബില്ല് പാർലമെന്റിനെ കൊണ്ട് പാസാക്കി. എന്നിട്ട് ഇസ്ലാമിക ശരീഅത്ത് നിലനിർത്തണമെന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ ബുദ്ധി പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഇത് മുസ്ലിങ്ങളുടെ വികാരമെങ്കിൽ ഞാൻ അങ്ങയുടെ കൂടെയുണ്ട്, അങ്ങയുടെ വികാരത്തിന്റെ കൂടെയുണ്ട്. എന്താ ചെയ്യേണ്ടത് മുസ്ലിങ്ങൾ? മഹാനായ മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ്, അദ്ദേഹം പ്രഗത്ഭരായ മുസ്ലിം നേതാക്കന്മാർ ഒരുമിച്ച് കൂടിയാണ് അന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഉണ്ടാക്കിയത്. പേഴ്സണൽ ലോ ബോർഡ്, അതിന്റെ ചെയർമാനാണെന്ന് നദ്വി സാഹിബ്. നദ്വി സാഹിബ് കേരളത്തിൽ വന്നു, ശംസുലമ കൈപിടിച്ചു. എന്തിനായിരുന്നു അത്? ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ. ഭരണഘടനാ വിശാരദനെ പോലെയാണെന്ന് ഷെയ്ഖുന സംസാരിച്ചത്. ഇടാ, ഈ പേഴ്സണൽ ലോ നിലനിൽക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഷാഫി മദ്ഹബുകാരന് ഷാഫിയായി ഇന്ത്യയുടെ കോടതിയുടെ മുമ്പിൽ ചെല്ലാനുള്ള അവകാശമുണ്ടെന്നാണ്. ഹനഫി മദ്ഹബുകാരന് ഹനഫിയായി ചെല്ലാനുള്ള അവകാശമാണ്. അത് പറഞ്ഞു ശംസുലമ. ഈ ശരീഅത്ത്, ഈ പേഴ്സണൽ ലോ നിലനിൽക്കുന്നില്ല എന്ന് വന്നാൽ ഇവിടെ ഒരാൾക്ക് ഷാഫി മദ്ഹബ് പ്രകാരം തന്റെ വാപ്പയുടെ അനന്തരാവകാശ സ്വത്തിന്റെ വീതം വെക്കൽ നടക്കാതെ പോയാൽ കോടതിയുടെ മുമ്പിൽ ചെല്ലാൻ ഒരവകാശമില്ല. ആ അവകാശത്തിന്റെ സ്ഥാപനമായിരുന്നു ശംസുലമയുടെ ലക്ഷ്യം. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏകോപിതമായ വികാരത്തിന്റെ മുമ്പിൽ ഭരണഘടനാ പ്രകാരമുള്ള മുസ്ലിങ്ങളുടെ അവകാശത്തെ തിരുത്താൻ ഗവൺമെന്റ് തയ്യാറായില്ലെന്ന് മാത്രമല്ല, ആ കോടതിയുടെ ജഡ്ജ്മെന്റിനെ തന്നെ അമെൻഡ് ചെയ്ത് ഇന്ത്യയുടെ പാർലമെന്റ് നിയമം പാസാക്കി. ഇപ്പൊ ഇവിടെ വീണ്ടും തർക്കത്തിൽ വന്നതാണ് ആ കേസ്. പക്ഷെ ഞാൻ പറയട്ടെ, അന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, മുസ്ലിങ്ങളുടെ ഏകോപിതമായ മുസ്ലിങ്ങളുടെ ഈ ഐക്യ, ഈ കൂട്ടായ്മയെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ, ശംസുലമ കെ അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ, കെ കെ അബൂബക്കർ ഹസ്രത്ത് നബ്ബറല്ലാഹു മർഖദ, കെ ടി മാനു മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ, ഒരു കാലഘട്ടത്തിന്റെ സ്ഫടിക സമാന വിശുദ്ധിയുടെ ആൾരൂപങ്ങളായിരുന്ന മഹാരഥന്മാർക്കു നേരെയായിരുന്നു ഇവർ പല്ലൊലിച്ചു കാണിച്ചത്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പിന്നീട് വഫാത്തായപ്പോ തങ്ങളെക്കുറിച്ച് ഞാനൊരു കലിമത്ത് പോലും ഞാനോ എന്റെ ആൾക്കാരോ പറഞ്ഞില്ല എന്ന് പറഞ്ഞ എ പി, നുണ പറയാൻ ഏതെങ്കിലും തരത്തിലൊരു സർവകലാശാല ഗവേഷണ പഠനങ്ങൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കുമെങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ആദ്യം കൊടുക്കണം എന്നെനിക്ക് പറയണം. എത്ര നുണ അയാൾ പറയണ ദിവസവും നുണ പറയാം. ഇപ്പോ നോർത്ത് സിറ്റി എനിക്ക് ബന്ധമില്ല, കുറ്റിപ്പുറത്തൊരു 100, എനിക്ക് കുറ്റിപ്പുറം അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയല്ല 100 കുറ്റിപ്പുറം. ഗുജറാത്ത്, അങ്ങനെ സംഭവം ഉണ്ടായോ എനിക്കറിയില്ലല്ലോ. അൽഷിമേഴ്സ് പിടിച്ചിട്ടാണെങ്കിൽ ശരി, സമ്മതിച്ചു. കാന്തപുരത്തിന് അൽഷിമേഴ്സ് ആണെങ്കിൽ സമ്മതിച്ചു. ഏതാ ഗുജറാത്ത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബി.ജെ.പി. അധികാരത്തിൽ വരുമെന്ന് കൃത്യമായി രാഷ്ട്രീയമായ ചില പ്രവചനങ്ങൾ ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മോദി എങ്ങാനും അധികാരത്തിൽ വന്നാലോ എന്ന് മനസ്സിലാക്കിയ കുറുക്കൻ കൃത്യമായി പറഞ്ഞു വച്ചു, മോദി വികസനം കൊണ്ടുവരുന്ന ആളാണ്. ഗുജറാത്തിൽ അങ്ങനെ ഒരു കലാപം എന്റെ ഓർമ്മയിലില്ല.
ഏത് ഗുജറാത്ത്? 2000-ഓളം വരുന്ന മുസ്ലിങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്ത 2000-ലെ ഗുജറാത്ത്. എ ജനോസിഡ് ഇൻ ദ ലാൻഡ് ഓഫ് ഗാന്ധി എന്ന് അന്ന് അഞ്ജലി മോഡി എന്ന പ്രഗത്ഭയായ പത്രപ്രവർത്തക, ഇത് ഗാന്ധിയുടെ നാട്ടിൽ നടക്കുന്ന വംശഹത്യയാണ്, ഇതിന് വർഗീയ ലഹള എന്ന് ഞാൻ പേര് പറയില്ല, ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്, ഇത് കലാപമല്ല, മറിച്ച് ഇത് തീർത്തും ഒരു വിഭാഗം ആളുകളെ ആസൂത്രിതമായി നശിപ്പിച്ചെടുക്കാനുള്ള സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസമാണ്, ഇതൊരു ജനോസിഡാണ്, ഇതൊരു വംശഹത്യയാണ് എന്ന് പറഞ്ഞു ആ പ്രഗത്ഭയായ പത്രപ്രവർത്തക. ലോകമാകെ തരിച്ചു നിന്നു. അമേരിക്ക പോലും, ഏത് അമേരിക്ക, പലപ്പോഴും മുസ്ലിം ഉമ്മത്തിന് നേരെ കഠിനകഠോരമാം വിധം കടന്നു ചെല്ലുന്ന അമേരിക്ക പോലും നരേന്ദ്രമോദിക്ക് പാസ്പോർട്ട് കൊടുക്കാൻ വിസമ്മതിച്ചു നിന്ന കാലം, ആ കാലഘട്ടത്തിന്റെ തീക്ഷ്ണതകൾ എ പി അബൂബക്കർ മുസ്ലിയാർക്ക് അറിയില്ലത്രേ. അതായത് ഭരണത്തിലേറുന്ന മന്നന് തന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള മുഴുവൻ കൂട്ടുണ്ടാകണമെന്ന് കാറൂമാരും ഹാമാന്മാരും ആലോചിച്ച പോലെ ആലോചിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കാന്തപുരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ബഹറിൽ മുസല്ലയിട്ട് നമസ്കരിക്കേണ്ടി വന്നാലും RSSകാരനെ വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. സ്വർഗം പണിതു തരാമെന്ന് പറഞ്ഞാലും മോദിക്ക് അദ്ദേഹത്തിന്റെ ഈ മാനിഫെസ്റ്റോക്ക് യാതൊരു തരത്തിലും മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല എന്നേ നമുക്ക് പറയാൻ കഴിയൂ. ഇപ്പോ ഒരുപാട് അജണ്ടകൾ വരാൻ. ജൂൺ 21-ന് എല്ലാ വിദ്യാഭ്യാസ എല്ലാ സ്കൂളുകളിലും ഇന്ത്യയിൽ മൊത്തം യോഗ പഠിപ്പിക്കാൻ നിർബന്ധമാക്കാനുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ. അതായത് പതുക്കെ പതുക്കെ കാവ്യവൽക്കരിക്കാൻ, വിദ്യാഭ്യാസ രംഗം മുഴുവൻ കാവ്യവൽക്കരിക്കാൻ വേണ്ടി മോദി ഗവൺമെന്റ് ആലോചിക്കാൻ. അള്ളാഹു കാക്കട്ടെ. ആ മോദിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു മുസ്ലിം പണ്ഡിതൻ. എന്തേ കാരണം? ഇത് കന്നേത്ത് ഉസ്താദിന്റെയും ശൈഖുനാ ശംസുലമയുടെയും ഒക്കെ ദുആഇന്റെ ബലാൻ ഈ മനുഷ്യനെ തിരിച്ചറിയാവുന്നതിന്റെ അങ്ങേറ്റം. ഇനി പണ്ട് നാട്ടിക ഉസ്താദ് പറഞ്ഞ പോലെ വല്ല നൂലും അങ്ങോട്ട് ഇറക്കി തരേണ്ടി വരും, ഇതൊന്നും മനസ്സിലാവൂല എന്നുണ്ടെങ്കിൽ. അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കൃത്യമായി വിൽക്കാൻ തീരുമാനിച്ച മനുഷ്യൻ, ഹബീബായ പ്രവാചകന്റെ പേരിൽ കൊണ്ടുവന്ന കേശം എത്രമേൽ വികൃതമായിരുന്നു എന്ന് മാത്രമല്ല, ആ കേശാനന്തരം പിന്നെയും പഠിക്കാതെ പിന്നെ കൊണ്ടുവന്നു ഒരു പാത്രം, പുണ്യറസൂലിന്റെ പാത്രം. പരിശോധിച്ചു നോക്കിയപ്പോൾ അതിൽ ഇസ്രായേലിന്റെ സീല്, ഇസ്രായേൽ മുദ്ര കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ സംഘടനാപരമായി ഇസ്രായേലിന്റെ എല്ലാ ഒത്താശയും ചെയ്യാൻ കഴിയുന്ന ഒരു ഏജൻസിയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ളത്. വെറുതെ പറയല്ല. പണ്ടൊരിക്കൽ സമസ്തയിൽ ഈ പിരിവുണ്ടായ സമയത്ത് സമസ്തയിലെ ഈ ടീം ഇറങ്ങിപ്പോയതിനു ശേഷം കേരളത്തിലെ ഒരു പ്രമുഖ പത്രം അതിന്റെ മാനേജ്മെന്റ് കൂടിയിട്ട് തീരുമാനമെടുത്തു, പ്രത്യേകം എ പി അബൂബക്കർ മുസ്ലിയാരെ അദ്ദേഹത്തെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യണം. എന്തിനാ ഹൈലൈറ്റ് ചെയ്യണത്? അന്നുണ്ടായിരുന്ന മുസ്ലിം മുഖ്യധാര രാഷ്ട്രീയത്തെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും ഇയാളാണ് എതിർക്കുന്നത്, ഇസ്ലാമിനെ തകർക്കാൻ ഇയാളെ പറ്റും, അതുകൊണ്ട് ഇയാളെ ആ അർത്ഥത്തിൽ ഹൈലൈറ്റ് ചെയ്യണമെന്ന് കേരളത്തിലൊരു പ്രമുഖ പത്രം. സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അജണ്ട നടപ്പിലാക്കുകയായിരുന്നു. ഈ അജണ്ട, ആ അജണ്ടകൾ പക്ഷേ ലോകത്തിന്റെ നീതിബോധത്തിന്റെ മുമ്പിൽ പലപ്പോഴും അപഹസിക്കപ്പെട്ടത് നാം കണ്ടു. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം 2008 പറഞ്ഞു, സമസ്തയല്ലേ ശരി, സമസ്തയെ അംഗീകരിച്ചുകൊണ്ട് കോഴിക്കോട് രജിസ്ട്രാർ പറഞ്ഞ തീരുമാനമല്ലേ ശരി, അത് തെറ്റാണെന്ന് പറയാൻ ഈ അപ്പീലിന് എന്ത് അധികാരമുണ്ട്? ദിസ് അപ്പീൽ ഈസ് ഡിസ്മിസ്ഡ്, ഇത് തള്ളിക്കളയുന്നു. നോ മെറിറ്റ്, യാതൊരു തരത്തിലുള്ള മെറിറ്റും കൊടുക്കാൻ കഴിയില്ല. കാരണം ശംസുൽ ഉലമ കൊടുത്ത ഫയൽ പ്രകാരം കോഴിക്കോട്ടെ രജിസ്ട്രാർ സമ്മതിച്ച ആ സംഘടനയാണ് ശരി, മഹാനായ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ചെയ്തതാണ് ശരി എന്ന് പറഞ്ഞു ഇന്ത്യയുടെ സുപ്രീം കോടതി 2008. സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായി കേരള ഹൈക്കോടതിയിൽ. ഇവരൊക്കെ റിട്ട് കൊടുത്താൽ എന്താണ് അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ അപ്പീൽ ഇന്ത്യയുടെ സുപ്രീം കോടതി തള്ളിയതുപോലെ കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു അപ്പീൽ കൊടുത്തു, ഒരു റിട്ട് ഫയൽ ചെയ്തു. റിട്ട് എന്തായിരുന്നറിയോ? ഒന്ന്, കേരള വഖഫ് ബോർഡിനോട് പ്രത്യേകം ആവശ്യപ്പെടാനും
അതുപോലെ തന്നെ പ്രത്യേകമായി സ്റ്റേ ചെയ്യാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തുന്ന പിരിവ് സ്റ്റേ ചെയ്യണം. ഇവർ വിചാരിച്ചത് ഇവർ നടത്തുന്ന പിരിവൊക്കെ ഗവൺമെന്റ് കണ്ടിട്ടും മറ്റുള്ളവർ കാണിച്ചു കൊടുത്തിട്ടും പലപ്പോഴും കോടതികൾ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ ഒരു അഫിഡവിറ്റ് ഇന്ന് കേരള ഹൈക്കോടതിയിലുണ്ട്. AP അബൂബക്കർ മുസ്ലിയാർ മുടിയുടെ പേരിൽ പിരിവ് നടത്തിയെന്നാണ് ആ അഫിഡവിറ്റ്. അങ്ങനെ പലപ്പോഴും പിരിവ് തടയപ്പെട്ടിട്ടുണ്ട്. കച്ചവടം തടയപ്പെട്ടിട്ടുണ്ട്. അതിന് നമ്മളാരും ഉത്തരവാദിയല്ല. 6000 കോടി രൂപയുടെ പേരിൽ നടത്തുന്ന നോളജ് സിറ്റി എന്ന് പറയുന്നതിലെ ആ മണ്ണിൽ ഒരു അധികാരവുമില്ല ഈ പറയപ്പെടുന്ന മുതലാളിമാർക്ക് എന്ന് പറഞ്ഞത് ഗ്രീൻ ട്രിബ്യൂണലാണ് എന്നല്ല. വക്കീൽ ചെന്ന് ഈ കാര്യം ബോധ്യപ്പെടുത്തുമ്പോൾ വക്കീലിനോട് ചോദിച്ച് നേരത്തെ പറയേണ്ടതാണല്ലോ എത്ര കൃത്യമായ നിയമലംഘനമാണ് അവിടെ നടന്നത് എന്നാണ്. അപ്പൊ AP പറഞ്ഞു, എന്നാ ഞാൻ മർക്കസിന്റെ നോളജ് സിറ്റി എന്നൊന്നും അതിന് പറയാനില്ല, ഞാൻ അതിന്റെ ചെയർമാൻ സ്ഥാനത്തില്ല എന്ന് പറഞ്ഞു. അയാൾ ഒഴിഞ്ഞു. ലാൻഡ്മാർക്ക് കമ്പനി ഒഴിഞ്ഞു. ലാൻഡ്മാർക്കാണ് ഇത് ഏറ്റത്. ആ ഏറ്റതിന്റെ മുഴുവൻ ഗതികേടും അവർക്ക് കിട്ടി. പിന്നീട് കോഴിക്കോട്ടങ്ങാടിയിലെ വലിയൊരു കെട്ടിടം മുഴുവനും ഇടിഞ്ഞു താഴോട്ട് ചാടി. കോഴിക്കോട്ടെ കളക്ടർ തന്നെ ചോദിച്ചു, എന്തൊരു മെനകെട്ട ഒരു തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവത്തിലാണ് ഇതിന്റെ പണി ഏറ്റെടുത്തത്. സാധാരണ മണ്ണ് പരിശോധനയെങ്കിലും നടത്തും, ഈ ലാൻഡ്മാർക്ക് കമ്പനി അതുപോലും ചെയ്തില്ല എന്ന് ചോദിച്ചു. അതുപോലെ കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു അജിത് കുമാർ എന്ന് പറയുന്ന ഒരു സാധുവായ വക്കീൽ ചെന്ന് കൃത്യമായി ഒരു റിട്ടങ്ങ് കൊടുത്തു. റിട്ടിലെന്താ ഉള്ളതെന്നറിയോ? കേരളത്തിൽ ഒരുപാട് മുസ്ലിം വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗത്തിൽ ഒന്ന് തബ്ലീഗ് ജമാഅത്ത്, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, ഖാദിയാനി. ആലോചിച്ച് നോക്കണം. AP വിഭാഗത്തിന്റെ ഒത്താശയിൽ, കാന്തപുരത്തിന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഒത്താശയിൽ തിരുവത്ര സ്വദേശിയും തിരുവത്ര മുസ്ലിം ജമാഅത്തിന്റെ പ്രതിനിധിയും എന്ന നിലയിൽ നടത്തി എന്ന് പറയുന്ന ഒരാൾ കൊടുത്തതാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ്. ഖാദിയാനിയെപ്പോലും മുസ്ലിമാക്കാൻ ശ്രമിച്ചാൽ, ശംസുലമയാണ് ഖാദിയാനിസം കുഫ്റാണെന്ന് ലോകത്തോട് ആദ്യം പ്രഖ്യാപിച്ചത്. ലോകത്തെ മുസ്ലിങ്ങൾ മുഴുവനും അത് ഏറ്റുപിടിച്ചു. ലോക മുസ്ലിങ്ങൾ, പാകിസ്ഥാനിൽ ഖാദിയാനികൾ മൈനോറിറ്റിയാണ്, മുസ്ലിങ്ങളല്ല, ന്യൂനപക്ഷമാണ്. എന്താ കാരണം? ലോക മുസ്ലിങ്ങൾ അവർ അംഗീകരിച്ചിട്ടില്ല. കാന്തപുരത്തിന്റെ വിഭാഗത്തിന്റെ നേതാക്കന്മാരുടെ ഒത്താശയോടെ കൂടെ കൊടുത്ത റിട്ടിൽ ഖാദിയാനികൾ മുസ്ലിങ്ങളാണെന്ന് സ്ഥാപിക്കുന്നു. കാന്തപുരം പറയട്ടെ മറുപടി, കാന്തപുരം തന്നെ പറയട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു വൃത്തികെട്ട. പക്ഷേ ആ റിട്ടങ്ങ് കിട്ടിയപ്പോ കോടതി ഇരുന്നിട്ട് ആലോചിച്ചു, സമസ്തക്കൊരു പിരിവ് നടത്താൻ പാടില്ല എന്ന് പറയാൻ എന്ത് അധികാരമുള്ളത്? കൊണ്ടുപോയിക്കൊടുക്ക വക്കീലെ, ഇതാരാ തങ്ങൾക്ക് തന്നതെന്ന് ചോദിക്കുന്ന വിധം അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞു. നാറിയവനെ പേറിയവൻ നാറിയതുപോലെ ആ വക്കീല് അത് കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിങ്ങോട്ട് പോന്നു. നമ്മുടെ സുഹൃത്തായ വക്കീല് പിറ്റേന്ന് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്കിടയിൽ? എന്തേ കാര്യം? അല്ല, എന്റെ സുഹൃത്ത് വക്കീല് കോടതിയിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിരുന്നു, പക്ഷെ അയാള് മുഖത്തേക്ക് എറിയുന്നത് പോലെ ആ റിട്ട് എടുത്തെറിഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്തിനാണിത്? സമസ്ത പിരിവ് നടത്തുന്ന വല്ല വിഷയമുണ്ടെന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സമസ്ത കൈത്താങ്ങെന്നൊന്ന് പിരിവ് നടത്തുന്നുണ്ട്. അത് ശരി, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, അന്വേഷിക്കട്ടെ. നോക്കിയപ്പോ ആ റിട്ട് പെറ്റീഷനാണ് പിന്നീട് നാം കണ്ടത്. സമസ്തയുടെ പിരിവ് നിരോധിക്കാൻ, സമസ്തയുടെ പിരിവ് നിരോധിക്കാൻ. പക്ഷേ കേരള ഹൈക്കോടതി സത്യസന്ധമായി തന്നെ ആ കാര്യം ചെയ്തു. കോടതി തള്ളിക്കളഞ്ഞു എന്നല്ല, അത് കണ്ടില്ലാത്ത പോലെ അതങ്ങ് എടുത്തെറിഞ്ഞു കളഞ്ഞു, മുഖത്തേക്കെറിഞ്ഞു. മുഖം കെട്ടവന്റെ കൂടെ നിന്നാൽ മുഖം കൊടുന്നത് പോലെ ആ വക്കീൽ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ജീവിതത്തിനിടയിൽ കെട്ട ഏറ്റവും വലിയ നാണക്കേടായിരിക്കും ആ റിട്ട് പെറ്റീഷൻ കൊടുത്തത്. നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞു വരുന്നത്, കാന്തപുരം ഇന്നേ വരെ കാട്ടിയിട്ടുള്ള ഓരോ പരിപാടികളുടെയും രീതികൾ അതാണ്. പള്ളി എന്ന് പറഞ്ഞിട്ടൊരു പള്ളി, ചരിത്രത്തിൽ ഇതുപോലെ ആകാശത്തൊരു പള്ളി തറക്കല്ലിട്ടുണ്ടാവോ? എത്ര കൊല്ലായി ഒരു പള്ളി? അവരെന്നെ ചോദിച്ചു തുടങ്ങി, എവിടെ പള്ളി? കാന്തപുരത്തിന് പള്ളി പണിയാങ്കരൊന്നുമില്ല. ഇപ്പൊ എന്താ, പശുക്കളെ ഓരോരുത്തരെ 50,000 ഒരാൾ പശുവിനെ വാങ്ങാൻ. ഇനി അടുത്ത തട്ടിപ്പ് തുടങ്ങാണ്. ആടു തേക്കു മാഞ്ചി എന്ന് പറഞ്ഞ് തുടങ്ങിയ പോലെ അടുത്ത തട്ടിപ്പ് ഈ ഉമ്മത്തിന്റെ ഇടയിലെ പണക്കാരെയും അതുപോലെ ചില സാധുക്കളെയും പറ്റിക്കാൻ കാന്തപുരം വിഭാഗം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സൂക്ഷിച്ചോളൂ. ഇങ്ങനെ ഓരോ തട്ടിപ്പ. ഇതിന്റെയൊക്കെ ഇടയിൽ സത്യസന്ധമായി ഈ ദീനിന്റെ ശരിയായ മാർഗം നിലനിർത്താൻ വേണ്ടി, ഈ ഉമ്മത്തിന്റെ ആത്മീയതയെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 25 കൊല്ലം പൂർത്തീകരിച്ച് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന തൃശൂര്
സമർക്കന്ത് എന്ന മഹാസമ്മേളന നഗരി കൂടിയപ്പോ 90% വന്നത് ചെറുപ്പക്കാരാണ്. 90%, 30 തികയുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ചെറുശ്ശേരി ഉസ്താദിന്റെ വാക്കു കേൾക്കാൻ, സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ വാക്കു കേൾക്കാൻ, മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ വാക്കു കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് നാം കണ്ടു. അവർ ആത്മീയ ദാഹം തീരാതെ ഈ മഹാരഥന്മാരായ തേജസ്വികളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് നാം കണ്ടു. ഞാൻ ഉറച്ചു പറയുന്നു, കേരളത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ ഭാവി ആ ചെറുപ്പക്കാരുടെ കയ്യിലാണ്. 25,000 പേരെ അണിനിരത്തി നാം ഒരു വലിയ പരിപാടി നടത്തിയപ്പോ ചില ആളുകൾക്ക് തോന്നി അങ്ങനെ ഒരു പരിപാടി നടത്തിയാലോ. നടത്താൻ പോയപ്പോ ഒരൊറ്റ ചെറുപ്പക്കാരൻ കിട്ടിയില്ല. കിട്ടിയതിന്റെ ഫോട്ടോ കണ്ടാൽ ഒക്കെ നിറച്ച് 70-80 വയസ്സുള്ളവരാണത്രേ സന്നദ്ധ സേവാ വിഭാഗം. നിങ്ങൾ നോക്കൂ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സന്നദ്ധ സേവാ വിഭാഗം 30കാരാണ്. 30കാർ. അവന്റെ മാർച്ച് കണ്ടാണ് കേരളത്തിന്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി പറഞ്ഞത്, ഈ സംഘബോധത്തിന്റെയും അച്ചടക്കത്തിന്റെയും മുമ്പിൽ ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന്. അതേ, കേരളത്തിലെ പുതിയ യൗവനവും സമസ്തയുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ സമസ്ത, മഹാന്മാരാൽ സ്ഥാപിതമായ സമസ്ത, അത് നിലനിൽക്കാൻ നമുക്ക് ചില ബാധ്യതകൾ. നമ്മൾ ഈ പ്രകാശത്തെ, നമ്മൾ ഈ പതാകയെ തലമുറകൾക്ക് പകരുന്നോടത്ത് എവിടെയെങ്കിലും നമുക്കൊരു വിസമ്മതമുണ്ടായാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ, എന്തുകൊണ്ട് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും മഹാനായ കണ്ണീത്ത് ഉസ്താദിന്റെയും ശംസുലമയുടെയും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെയും ഈ പരിശുദ്ധ പതാക തലമുറകൾക്ക് കൈമാറ്റം ചെയ്യാൻ നിനക്കെന്തുകൊണ്ട് സാധിച്ചിട്ടില്ല എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്തയെ പ്രോജ്വലിപ്പിക്കുക, സമസ്തയുടെ ഓരോ ഘടകങ്ങളെയും പ്രോജ്വലിപ്പിക്കുക. സമസ്തയുടെ യുവസംഘടനകൾക്ക് പ്രത്യേകമായി നിങ്ങളുടെ മക്കൾ സമസ്തയുടെ SKSSFന്റെ SBBയുടെ പ്രവർത്തകരായി മുന്നോട്ട് വരാൻ സാധ്യമാകുന്ന വിധം നാം ആവേശത്തോടെ ഈ പരിശുദ്ധമായ പതാക നെഞ്ചിൽ ചേർത്ത് പിടിക്കുക. നമ്മുടെയും നാളെയുടെയും തലമുറകളുടെ ഭാവിയെ അള്ളാഹു സുസ്ഥാപിതമാക്കി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഈ പ്രസ്ഥാനത്തിന്റെ അപ്പുറത്ത് ആര് വന്നാലും, മഹല്ലുകളിൽ വന്നിട്ട് ഞങ്ങളും കൂടട്ടെ എന്ന് പറഞ്ഞാൽ വേണ്ട, ഇവിടെ അങ്ങനൊന്നും വേണ്ട എന്ന് പറയാനുള്ള തന്റെ ഇടം മഹല്ലിന്റെ ഭരണാധികാരികൾക്കുണ്ടാവണം. ചില മഹല്ല് ഭരണാധികാരികൾക്കുണ്ട്, നമ്മളെല്ലാവരും കൂട്ടിയില്ലെങ്കിൽ പ്രശ്നമാവും. ഒരു പ്രശ്നമാക്കാനില്ല. സത്യസന്ധമായ ദീൻ നടപ്പിലാക്കേണ്ടത് സത്യസന്ധന്മാരോട് കൂടെയാണ്. കള്ളന്മാരെ കൂട്ടിച്ചേർത്തിട്ട് സത്യസന്ധതയെ കലർപ്പുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് മഹല്ല് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, ചിലർ പറയും നമുക്ക് സമുദായത്തെ പ്രതിരോധിക്കണ്ടേ. എന്ത് പ്രതിരോധിക്കാൻ? പ്രതിരോധമുണ്ടാക്കി ഈ നാടിന്റെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ തകർത്തിട്ട് ഈ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ 1990കളിലല്ലേ ഒരു സഹോദരൻ ഇറങ്ങി പുറപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടന്നു, RSSന് ബദലാകണം. എന്നിട്ടിപ്പോ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കേണ്ട അവസ്ഥയിലായി. പടച്ചോനെ, അയാളെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. സമുദായത്തെ രക്ഷപ്പെടുത്താനാണ് ആ സഹോദരൻ ഇങ്ങനെ വലിയ കാര്യമായി പ്രസംഗിച്ചത്. അപ്പൊ അയാളെങ്കിലും രക്ഷപ്പെട്ടാൽ നന്നായിരുന്നു. അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തട്ടെ. ഒരു കുഴപ്പമില്ല. പക്ഷെ ഒന്നുണ്ട്, ആ പരീക്ഷണം പരാജയമായിരുന്നു എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതൊന്നുമല്ല സമുദായത്തെ രക്ഷപ്പെടുത്തിയത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ആലുവയിലെ വർഗീയ ഫാസിസ്റ്റുകൾക്ക് അജണ്ടകൾ നിശ്ചയിക്കാൻ സാധ്യമാകുന്ന വിധം നിർമ്മിതമായ ഒരു സ്ഥാപനം, സാക്ഷാൽ ലാൽകൃഷ്ണ അദ്വാനി പലപ്പോഴും സന്ദർശിക്കാറുള്ള സ്ഥാപനം. പക്ഷെ ആ സ്ഥാപനം പഠിപ്പിക്കുന്നത് മുഴുവനും സംസ്കൃതം മീഡിയമാണ്, അതായത് സംസ്കൃത ഭാഷയിലാണ്. ഞാനവിടെ ഒരു വിദ്യാർത്ഥി എന്ന നിലക്കുള്ള കാലത്ത് ചെന്നു. അവിടുത്തെ ലൈബ്രറിയൊക്കെ കാണാനും, പ്രത്യേകിച്ചും അതോടൊപ്പം തന്നെ എന്റെ സുഹൃത്ത് അവിടെ അധ്യാപകനും കൂടിയാണ്. അവിടെ ചെന്നപ്പോ ആ സ്ഥാപനത്തിന്റെ മാനേജർ എന്നെ വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹം സ്വീകരിച്ചിരുത്തി. സംസാരമധ്യേ അദ്ദേഹം സമസ്തയെക്കുറിച്ച് ചോദിച്ചു. സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ മനുഷ്യൻ വികാര വിജൃംഭിതമായി നനഞ്ഞ കണ്ണോടെ അദ്ദേഹം പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദ് എന്റെ നാട്ടുകാരനാണ് കണ്ണിയത്ത് ഉസ്താദ്. ഞാൻ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചെറുപ്പക്കാർ കണ്ണിയത്ത് ഉസ്താദ് വരുമ്പോ ആ വരമ്പത്തുനിന്ന് മാറാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. പക്ഷേ കണ്ണിയത്ത് അടുത്തേക്ക് വന്നാൽ നമ്മൾ അറിയാതെ അദ്ദേഹത്തെ ആദരിച്ചു പോകും, മാറിപ്പോകും.
ഒരു വലിയ മനുഷ്യൻ തന്നെയായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കണം, ഒരു കൊച്ചു പിച്ചാത്തി കൊണ്ട് പോലും രാത്രിയുടെ ഒരു ശ്മശാന മുഖതയിലും ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണമെന്ന് ക്ലാസ് എടുക്കാത്ത, എന്നാൽ അഷ്റഫുൽ ഖൽഖിന്റെ തിരുസുന്നത്തുകൾ നിർബന്ധമായി പാലിച്ച, ഒരു കറാഹത്തിന്റെ ചെറിയൊരംശത്തിൽ പോലും ജീവിതത്തെ മാറ്റിത്തിരുത്താത്ത മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ. പക്ഷേ ഒരു ഫാസിസ്റ്റു ഹൈന്ദവ വർഗീയവാദിയുടെ മുമ്പിൽ ആ മഹാനുഭാവൻ ആദരണീയനാകുന്നതിന്റെ കാരണം നാം നടത്തിയ ഒരു കച്ചവടത്തിനോ ആ അർത്ഥത്തിലുണ്ടായി തീർന്ന സമുദായത്തിന്റെ പ്രതിരോധത്തിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു ഖവാത്തിന്റെയോ പേരിലല്ല. അതുകൊണ്ട് സുന്നത്ത്, ഹബീബിന്റെ സുന്നത്തുകൾ ജീവിതമാക്കിയ ഈ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ ഗുരുവര്യന്മാരിൽ പ്രധാനിയായ ഈ ഉമ്മത്തിന്റെ ഇന്നത്തെ നായകൻ മഹാനായ ഉസ്താദ് ഷെയ്ഖുന കോയക്കുട്ടി മുസ്ലിയാർ അള്ളാഹു ആഫിയത്തും ആയുസ്സും നൽകുമാറാകട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ അവിടെ നിന്ന് അഭ്യർത്ഥിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദര പുത്രൻ നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷനുമായ ബഹുമാനായ ഉസ്താദ് സൂചിപ്പിച്ചു. റഹ്മുറാഹിമീനായ റബ്ബ് സിഹത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തസൗഫിന്റെയും ത്വരീഖത്തിന്റെയും ഒക്കെ ഷെയ്ഖ് കൂടിയായ മഹാനുഭാവൻ, നമ്മുടെ പാരമ്പര്യത്തിന്റെ സുഹൃതങ്ങളെ അതിന്റെ കണ്ണിയിൽ ഒരുമിച്ചു നിൽക്കുന്ന മഹാനുഭാവന് അള്ളാഹു സിഹത്തും ആഫിയത്തും ആയുസ്സും നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് വേദികളുടെ പ്രാർത്ഥനകളായി മഹാനുഭാവന്റെ കൈകൾ ഉയരാൻ അള്ളാഹു നമുക്ക് കാണാൻ തൗഫീഖ് തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഗുരുവര്യന്മാർക്ക്, മഹാന്മാരായ നമ്മുടെ നായകന്മാർക്ക്, നമ്മുടെ അഭിമാനമായ വന്ദ്യരായ ഉസ്താദ്, ഞങ്ങളുടെ അഭിമാനമായ ഷെയ്ഖുന ആലിക്കുട്ടി മുസ്ലിയാർ അള്ളാഹു ആഫിയത്തും ആയുസ്സും കൊടുക്കുമാറാകട്ടെ. അങ്ങനെ പ്രഗത്ഭർ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരായ നമ്മുടെ ഗുരുവര്യന്മാർക്കും നേതാക്കൾക്കും നമുക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും ആഫിയത്ത് നൽകട്ടെ. മഹാരോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു പ്രതിസന്ധികളിൽ